CPIക്ക് ഉപപ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ബേജാറാവണ്ട, ഒരു ചർച്ചയ്ക്ക് പോലുമുള്ള പ്രസക്തിയില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ട് പകലുകൾ ദിവസങ്ങൾ കഴിയുന്നു. ഇന്നും അതിനൊരു ആൻസർ കൊടുക്കാനാവാതെ, LDF പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാനാവാതെ CPM കിടന്നുഴലുകയാണ്. CPM എന്ന പാർട്ടി വലിയ രീതിയിൽ അബദ്ധത്തിലാകുന്നതിന്റെ ഒരൊറ്റ കാരണം അല്ല കേട്ടോ, രണ്ട് കാരണം. ഒന്ന് ശ്രീ പിണറായി വിജയൻ, രണ്ട് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ്. ഈ രണ്ടു പേരിൽ കിടന്ന് ചുറ്റി വലഞ്ഞ് കറങ്ങി പോകുന്നു CPM എന്നുള്ളതാണ്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് CPM പോകുന്നു എന്ന് മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും തലക്കെട്ടിട്ട് വാർത്തകളിൽ വന്നിരുന്നു പറയുന്നതിന് കാരണം ഈ രണ്ടു പേരാകുന്നു എന്നുള്ളതാണ്. എവിടെ പോയി CPMന്റെ ആർജവം? 10 വർഷം ഈ നാടിനെ നയിച്ച പിണറായി വിജയനോട് താങ്കൾക്ക് വിശ്രമ ജീവിതത്തിലേക്ക് പോകേണ്ട സമയമായോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ എന്ന് പറയാൻ നട്ടലുള്ള സഖാക്കൾ ഈ പാർട്ടിയിൽ ഇനിയും ഇല്ലേ എന്ന് ഓർത്തെടുക്കേണ്ടി വരുന്ന സാഹചര്യം. എപ്പോൾ മൈക്കിന് മുമ്പിൽ വന്നാലും 10 വെച്ച് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഈ നാടിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി കോൺഫിഡൻസ് പറഞ്ഞ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കടന്നുപോയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇന്നും അതിൽ നിന്നൊരു തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിക്ക് ആവുന്നില്ല. ഇപ്പോഴും പറയുന്നത് അത്രയും തിരിച്ച് ബൂമറാങ് പോലെ സെൽഫ് ഗോളാവുന്ന സാഹചര്യങ്ങൾ തന്നെ. CPI എന്ന പാർട്ടിയെ ചേർത്തിരുത്തി കേട്ട് അർഹിക്കുന്ന സ്ഥാനം അവർക്ക് കൊടുത്ത് ഒരു LDF പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് ആ 35 അംഗത്തിൽ ഒരു ഏകസ്വര അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ടും ധാർഷ്ട്യം, അടങ്ങാത്ത അഹന്ത, അതിൽ പിണറായി വിജയനും ഗോവിന്ദൻ മാഷും കിടന്നു വട്ടം കറങ്ങുകയാണ്. ഈ പാർട്ടി വലിയ രീതിയിൽ പ്രതിസന്ധിയിലാവുകയാണ്. ഇവിടെ ചെറുപ്പക്കാരായ നേതാക്കളുണ്ട്, മാറ്റി നിർത്തപ്പെട്ടവരുണ്ട്. ഈ നാടിന് സ്വീകാര്യമായ, എന്തിന് അന്താരാഷ്ട്ര തലത്തിൽ പോലും സ്വീകാര്യരായ നേതാക്കളുള്ള ഈ പാർട്ടിയാണ് 2 പേരിൽ കിടന്ന് വട്ടം കറങ്ങുന്നത്.